പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാനും യുഎസും തമ്മിൽ നടത്തിയ ആദ്യഘട്ട ചർച്ച ഫലം കണ്ടില്ല. ആണവായുധം വികസിപ്പിക്കരുതേ എന്ന അമേരിക്കൻ നിബന്ധനകൾ ഇറാൻ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കരാറില്ലാതെ ചർച്ചകൾ അവസാനിച്ചതായി യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഇറാനുമായുള്ള ചർച്ചകളിൽ ഉടമ്പടികളൊന്നുമില്ലാതെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോകുകയാണെന്നും വാർത്താസമ്മേളനത്തിൽ വാൻസ് അറിയിച്ചു. ഞങ്ങൾക്കൊരു ഉടമ്പടിയിലെത്താൻ കഴിഞ്ഞില്ല എന്നത് ദുഃഖകരമാണ്. അമേരിക്കയേക്കാൾ ഇത് ഇറാനെയാണ് കൂടുതൽ ബാധിക്കുകയെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. ചർച്ചകളിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാനികളുടെ ഭാഗത്തു നിന്നല്ല. അവർ ഒരു അത്ഭുതകരമായി ജോലി ചെയ്യുകയും ഇറാനികൾക്കും ഞങ്ങൾക്കുമിടയിലുള്ള വിടവ് നികത്തി ഒരു കരാറിലെത്താൻ സഹായിക്കാൻ തീവ്രമായി ശ്രമിക്കുകയും ചെയ്തു. ഞങ്ങളിപ്പോൾ 21 മണിക്കൂറായി ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാനികളുമായി ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്തു. എന്നാൽ ഞങ്ങൾക്കൊരു ഉടമ്പടിയിലെത്താൻ കഴിഞ്ഞില്ല എന്നും വാൻസ് പറഞ്ഞു. ചർച്ചകൾ കരാറിലെത്താതെ അവസാനിച്ചതായി ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗത ആവശ്യങ്ങൾ, ഇറാന്റെ ആണവ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ചർച്ച പരാജയപ്പെട്ടതോടെ ഇറാനും യുഎസും തമ്മിലുണ്ടാക്കിയ 2 ആഴ്ചത്തെ വെടിനിർത്തലും അനിശ്ചിതത്വത്തിലായിട്ടുണ്ട്. ഇറാനും യുഎസും ബുധനാഴ്ച 14 ദിവസത്തെ വെടിനിർത്തലിനാണ് ധാരണയിലെത്തിയിരുന്നത്. ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനുമായുള്ള യുദ്ധം പുനരാരംഭിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കത്തിൽ തന്നെ ഭീഷണി മുഴക്കിയിരുന്നു. എന്തും നേരിടാൻ സജ്ജമെന്നായിരുന്നു ഇതിന് ഇറാന്റെ മറുപടി. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചയിൽ അമേരിക്കയ്ക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് JD വാൻസ്, ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജെറഡ് കുഷ്നർ എന്നിവർ പങ്കെടുത്തിരുന്നു. ഇറാനു വേണ്ടി പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഹും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും അടങ്ങുന്ന സംഘവും പങ്കെടുത്തിരുന്നു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, സൈനിക മേധാവി അസീം മുനീർ എന്നിവരാണ് മധ്യസ്ഥത വഹിച്ചത്. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണെന്നാണ് ഇറാന്റെ വാദം. യുഎസ് ഇത് അംഗീകരിക്കുന്നുമില്ല. സൈനിക നീക്കത്തിലൂടെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. യുഎസ് പടക്കപ്പലുകൾ ഹോർമുസിന് അരികിലുമുണ്ട്. പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ചർച്ച പരാജയപ്പെട്ടതോടെ ഇന്ധന പ്രതിസന്ധിയും തുടരുകയാണ്. തുടർ ചർച്ചകൾ ഉണ്ടാകുമോ എന്ന് ഇതുവരെയും വ്യക്തമല്ല. ചർച്ച നടത്താൻ ഇറാൻ ഒരു ധൃതിയുമില്ലെന്നും പന്ത് അമേരിക്കയുടെ കോർട്ടിലാണെന്നും ഇറാൻ അധികൃതരെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചർച്ചയിൽ യുക്തിസഹമായ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ കാണേണ്ടത് ഇനി അമേരിക്കയുടെ ഉത്തരവാദിത്തമാണെന്നും ഇറാൻ അധികൃതർ പറയുന്നു. യുദ്ധത്തിലെന്ന പോലെ ചർച്ചകളിലും അമേരിക്കയ്ക്ക് കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് ഇറാൻ ആരോപിക്കുകയാണ്. യുക്തിസഹജമായ ഒരു കരാറിന് അമേരിക്ക സമ്മതിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകില്ലെന്ന് മുന്നറിയിപ്പുമുണ്ട്. ഇറാനും അമേരിക്കയും പല വിഷയങ്ങളിലും ധാരണയിലെത്തിയിട്ടുണ്ടെന്നും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞു. 40 ദിവസത്തെ യുദ്ധത്തിന് ശേഷമാണ് ചർച്ചകൾ നടന്നത്. ഒരു കൂടിക്കാഴ്ച കൊണ്ട് തന്നെ കരാറിലെത്താമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലപാടുകളിൽ യുഎസ് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്നാണ് സൂചന. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ട്രംപിന്റെ നീക്കങ്ങളും പ്രധാനപ്പെട്ടതാണ്. ലെബനനിലെ ഇസ്രയേൽ ആക്രമണം കൂടുതൽ രൂക്ഷമാകാനിടയുണ്ട്. വെടിനിർത്തൽ കരാറിൽ നിന്ന് യുഎസ് പിന്മാറിയാൽ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ടതാകും. 2015 ശേഷം യുഎസും ഇറാനും തമ്മിലുള്ള ആദ്യ നേരിട്ടുള്ള ചർച്ചയാണിത്. ഇസ്ലാമാബാദിലെ അതീവ സുരക്ഷാ മേഖലയായ റെഡ് സോണിനുള്ളിലാണ് 15 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന സെറീന ഹോട്ടലിലാണ് ഇന്നലെ ചർച്ച നടന്നത്. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിക്ഷേപിച്ച മൈനുകൾ നീക്കുന്ന പ്രക്രിയ ആരംഭിച്ചതായി ട്രംപ് അറിയിച്ചു. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കുമായി ഹോർമുസ് കടലിടുക്ക് ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ആരംഭിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇതിനിടെ യുഎസ് യുദ്ധക്കപ്പലുകൾ ഹോർമുസ് കടന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. എന്നാൽ ഇറാൻ ഈ റിപ്പോർട്ട് നിഷേധിച്ചിട്ടുണ്ട്. അതേസമയം ഫുജൈറ തുറമുഖത്ത് നിന്ന് ഒരു അമേരിക്കൻ യുദ്ധക്കപ്പൽ ഹോർമുസ് കടലിടുക്കിലേക്ക് നീങ്ങിയിരുന്നതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഇറാൻ സൈന്യം കപ്പലിന്റെ സ്ഥാനം നിരീക്ഷിക്കുകയും പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇറാന്റെ പ്രതിനിധി അറിയിക്കുകയും ചെയ്തു. ഇക്കാര്യം പാക് മധ്യസ്ഥൻ വഴി അമേരിക്കൻ പ്രതിനിധി അറിയിച്ചതായും ഇറാൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലേക്ക് അടുക്കുകയാണെങ്കിൽ കപ്പൽ തകർക്കുമെന്നും ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി. ഇത് സമാധാന ചർച്ചകൾക്ക് ദോഷം ചെയ്യുമെന്നും ഇറാൻ പാകിസ്ഥാനെ അറിയിച്ചു. തുടർന്ന് കപ്പൽ പിൻവാങ്ങിയതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.